നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, മരുന്ന് കഴിക്കും. അമ്മേ, മരുന്ന് കഴിക്കാൻ. എനിക്ക് വേണ്ട. വേണ്ടെന്നോ? ആഹാ, അത് കൊള്ളാലോ. മരുന്ന് കഴിച്ചില്ലെങ്കിലേ ഇവിടെ തല ഇറങ്ങി വീഴുന്നത് അമ്മയാ. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. ഞാൻ തലകറങ്ങി വീഴുകയോ മരിക്കുകയോ ചെയ്യട്ടെ, ആർക്ക് എന്ത് ചെയ്തോ? അമ്മ മരിച്ച പിന്നെ ഞങ്ങൾക്കാരാ അമ്മേ? അമ്മയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ജീവിക്കുന്നു. അമ്മ കൂടി പോയ പിന്നെ എനിക്ക് ഈ ലോകമില്ല. എല്ലാവരും ജനിച്ചതുപോലെ ഞാനും ജനിച്ചു. ജനിച്ചപ്പോ തന്നെ ഒരു ശാപവും കിട്ടി. കരഞ്ഞും മനസ്സൊരുകയും ജീവിച്ചോളാൻ. അങ്ങനെ ജീവിക്കുന്നു. ത്രേതായുഗം വരാൻ കാത്തുകിടന്ന അഹല്യെ പോലെ ഞാനും കാത്തുകിടക്ക ശ്രീരാമനെ. അഹല്യക്ക് ശാപമോക്ഷം കിട്ടി, എനിക്കത് കിട്ടിയില്ല. അമ്മ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കരുത്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയ എനിക്കത് സഹിക്കില്ല. അമ്മ ഇത് കഴിക്കേ. നിന്നെ ശപിച്ചത് ആരാണെങ്കിലും നീ ചെയ്ത പുണ്യം കൊണ്ട് നിനക്ക് എന്തെങ്കിലും മോചനം കിട്ടും. മോളെ, ദൈവം നിന്റെ മനസ്സിൽ മാത്രമല്ല നിനക്ക് ചുറ്റും കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. നിന്നെ കാത്തു രക്ഷിക്കുന്ന അതേ ദൈവം തന്നെയാ ഏതോ മുജ്ജന്മ സുഹൃത്തത്തിന്റെ സമ്മാനമായി നിന്നെ എന്റെ അരികിൽ എത്തിച്ചതും. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുള്ള ഒരു സത്യം ഇപ്പൊ ഞാൻ കൺമുന്നിൽ കാണുക. മൂന്ന് മക്കളെ പെറ്റു വളർത്തിയ ഈ അമ്മയ്ക്ക് ഒരു തുണയായി എന്നും നീ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം. എന്താ അമ്മ? കാലമൊക്കെ കലികാലമായി മാറിപ്പോയി മോളെ. നൊന്തു പെറ്റ അമ്മയെ മക്കള് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കളയും പോലെ പെരുവഴിയിൽ കളയുന്ന കാലോ. ആ പൊക്കിൾക്കൊടി ബന്ധത്തിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഞാൻ നൊന്ത് പ്രസവിക്കാത്ത നീ എന്റെ മോള്, എന്റെ പൊന്നു മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.